ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ചിക്കൻ ഫഹീത്ത എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് ചിക്കൻ ഫഹീത്ത എങ്ങനെയും പറയാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. ഞാൻ ഈ ചിക്കൻ ഫഹീത്ത വെച്ച് തന്നെ ഒരു ചിക്കൻ ഫഹീത്ത റൈസും ഒരു ചിക്കൻ ഫഹീത്ത സാൻഡ്വിച്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3-in-1 റെസിപ്പി. ഇനി ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാനുള്ള ചിക്കനും ക്യാപ്സിക്കവും സ്പൈസസും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ ഞാൻ ഇതുപോലെ ചെറിയ സ്ട്രിപ്പുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഗാർലിക് പൗഡറും 1.25 ടീസ്പൂണോളം ഓർഗാനോ, 1.25 ടീസ്പൂണോളം ക്യുമിൻ പൗഡർ, ഒരു 1.5 ടീസ്പൂണോളം ചതച്ച മുളക്, 1.5 ടീസ്പൂണോളം പെപ്പർ പൗഡറും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂണോളം ഓണിയൻ പൗഡറും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിലും ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 30 മിനിറ്റോളം മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് ആദ്യം ഒരു 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, തിരിച്ചും മറിച്ചും. എന്നിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ച് ഒരു 5-6 മിനിറ്റോളം അത് ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യണം. അങ്ങനെ ഇതുപോലെ അത് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ വരുന്നതും വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഈ ചിക്കനെല്ലാം നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ചിക്കനൊക്കെ കുക്ക് ചെയ്തെടുത്ത ശേഷം ആ സെയിം പാനിലേക്ക് തന്നെ ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവോള ഇട്ട് കൊടുക്കുവാണ്. സവോള ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകണ്ട, ഒന്ന് ചെറുതായിട്ട് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ കളർ ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതുപോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒക്കെ ചേർന്ന് പല കളറിലൊക്കെ കിടക്കുമ്പം അതൊരു രസമാണ് കാണാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്തിരുന്ന ആ ഫഹീത്തയുടെ മസാലയിൽ നിന്ന് 1 ടീസ്പൂണോളം ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എടുക്കുമ്പോൾ ആദ്യമേ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് 1-2 ടീസ്പൂൺ എടുത്ത് മാറ്റിയാൽ നമുക്ക് ചോറ് റെഡിയാക്കുമ്പോഴും ഇതുപോലെ വെജിറ്റബിൾ ഇടുമ്പോഴും അതിൻ്റെ അകത്തോട്ട് മസാല ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഈ വെജിറ്റബിൾ എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ അകത്തുനിന്നൊരു 3-4 ടേബിൾ സ്പൂണോളം ഞാൻ വെജിറ്റബിൾ എടുത്ത് മാറ്റിയായിരുന്നു ചോറിൻ്റെ കൂടെ ഇടാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കനും കൂടി ഇട്ട് നല്ല ഫ്ലെയിം ഒന്ന് ഹൈ ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഫഹീത്ത. ഇനി ഇതിൽ കുറച്ച് ചിക്കൻ വെച്ച് ഞാൻ ഫഹീത്ത റൈസ് ഉണ്ടാക്കി കാണിക്കുവാണ്. ഇതിനകത്ത് ഫഹീത്ത റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പോളം റൈസിലാണ് ഈ ഫഹീത്ത റൈസ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂണോളം ഹോട്ട് സോസ് അല്ലെങ്കിൽ ചില്ലി സോസ് എടുക്കാം, 1 ടീസ്പൂണോളം സോയ സോസ്, ഇതും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 2-3 ടേബിൾ സ്പൂണോളം എക്സ്ട്രാ വെജിറ്റബിൾസ് ഉള്ളത് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കെച്ചപ്പും കൂടി ഇടുന്നുണ്ട്. കെച്ചപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് തണുത്തിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസിന് ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം ചിക്കൻ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഫഹീത്തയുടെ മസാലയിൽ നിന്നും ഒരു 1/2 ടീസ്പൂണോളം ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മസാല ചിക്കന് വേണ്ടി എടുക്കുമ്പം അതിൻ്റെ അകത്തുനിന്ന് 2 ടീസ്പൂണോളം എടുത്ത് മാറ്റി വെച്ചാൽ മതി. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഈ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫഹീത്ത റൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫഹീത്ത സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്ലേവർ ചെയ്യാനായിട്ട് 2 ടേബിൾ സ്പൂണോളം മല്ലിയില, 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പാൻ ചൂടാകുമ്പോൾ നമ്മൾ സാധാരണ മൈദാദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യാം. ഇത് സാധാരണയേക്കാളും മൈദാദോശയ്ക്ക് ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് നമ്മൾ ഇത്ര സാധനങ്ങൾ ആഡ് ചെയ്തത്. ഇനി ഇതിന് മുകളിലോട്ട് നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തതോ ഗീയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇത് തിരിച്ചു മറിച്ചു വിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് ചപ്പാത്തി ഇതിൽ ചെയ്യുന്നത് ഇഷ്ടമെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും എടുക്കാം. ഞാനിതുപോലെ ഈ മൈദാദോശ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് തിരിച്ചിട്ടിട്ട് അതിലേക്ക് ഞാൻ ഇച്ചിരി ചെഡാർ ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ചെഡാറോ മോസറല്ല ഏതോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫഹീത്തയുടെ ചിക്കനും അതിൻ്റെ ടോപ്പായിട്ട് വീണ്ടും കുറച്ച് ചീസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മിഡിലിൽ നമുക്ക് മടക്ക് സാനൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് മടക്കി അപ്പുറം ഇപ്പുറയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി കുക്ക് ചെയ്യാനൊന്നുമില്ല, കാരണം ഓൾറെഡി എല്ലാം കുക്ക്ഡാണ്. ജസ്റ്റ് അതിൻ്റെ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ സംഗതി റെഡിയായി. അങ്ങനെ നമ്മൾ
എളുപ്പത്തിൽ ഒരു സാൻഡ്വിച്ച് പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെ ഈസി ആയിട്ട് നമ്മൾ ഒരു ചിക്കൻ ഫഹീറ്റയും ചിക്കൻ ഫഹീറ്റ റൈസും ചിക്കൻ ഫഹീറ്റ സാൻഡ്വിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.